രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷികളിലൊന്ന് ഒരുപക്ഷെ ഇന്ത്യൻ പൗരന്മാരെ വഞ്ചിച്ചുവെന്ന് ആരോപണം ഉയർന്നാൽ അത് എത്രത്തോളം ഗൗരവകരമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് അത്തരമൊരു ഗുരുതരമായ ആരോപണമാണ്. കേന്ദ്ര സർക്കാർ പദ്ധതികളായ സ്വച്ഛ് ഭാരത്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, കിസാൻ സേവ എന്നിവയുടെ പേരിൽ പൊതുജനങ്ങളിൽ നിന്ന് BJP അനധികൃതമായി സംഭാവനകൾ പിരിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തു കൊണ്ടുവന്നത് ചെന്നൈയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും സത്യം ടിവിയുടെ ന്യൂസ് എഡിറ്ററുമായ BR അരവിന്ദാക്ഷൻ നൽകിയ വിവരാവകാശ അപേക്ഷകൾക്ക് ലഭിച്ച മറുപടികളാണ്. വിവരാവകാശ രേഖകൾ അനുസരിച്ച് സർക്കാർ പദ്ധതികൾക്കായി സംഭാവന സ്വീകരിക്കാൻ BJPക്ക് കേന്ദ്ര മന്ത്രാലയങ്ങളോ പ്രധാനമന്ത്രിയുടെ ഓഫീസോ പ്രത്യേക അനുമതിയോ അധികാരമോ നൽകിയിട്ടില്ല. എന്നാൽ 2021 ഡിസംബറിനും 2022 ഫെബ്രുവരി 11നും ഇടയിൽ BJP തങ്ങളുടെ സ്വകാര്യ പ്ലാറ്റ്ഫോമുകളായ നമോ ആപ്പ്, narendramodi.in പോർട്ടൽ എന്നിവ വഴി ഒരു ഫണ്ട് സമാഹരണ ക്യാമ്പയിൻ നടത്തി. സംഭാവന നൽകുമ്പോൾ പാർട്ടി ഫണ്ടിന് പുറമെ ഈ 3 സർക്കാർ പദ്ധതികളിൽ ഏതെങ്കിലും ഒന്ന് സംഭാവനയുടെ കാരണമായി തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ നൽകിയിരുന്നു. പൂർണ്ണമായും സർക്കാർ ഫണ്ടിംഗ് വഴി മാത്രം നടപ്പിലാക്കുന്ന ഈ ക്ഷേമ പദ്ധതികൾക്കായി തങ്ങളുടെ പ്ലാറ്റ്ഫോമുകൾക്കോ മറ്റേതൊരു സ്ഥാപനത്തിനോ വ്യക്തിക്കോ പണം പിരിക്കാൻ അനുമതി നൽകിയിട്ടില്ലെന്ന് പദ്ധതികൾ നടപ്പിലാക്കുന്ന കേന്ദ്ര മന്ത്രാലയങ്ങൾ RTI മറുപടികളിൽ വളരെ വ്യക്തമാക്കുകയുണ്ടായി. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ 2021 ഡിസംബർ 25-നാണ് ഈ സൂക്ഷ്മ സംഭാവന ക്യാമ്പയിൻ പ്രഖ്യാപിച്ചത്. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനാണ് പണം ശേഖരിക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. എന്നാൽ സംഭാവന നൽകാൻ പോയപ്പോൾ ലഭിച്ച ഓപ്ഷനുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ ക്യാമ്പയിന് പിന്തുണ പ്രഖ്യാപിക്കുകയും തന്റെ വ്യക്തിപരമായ സംഭാവനയുടെ രസീത് പങ്കുവെച്ച് സംഭാവന നൽകാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ക്യാമ്പയിൻ 2022 ഫെബ്രുവരിയിൽ അവസാനിച്ചെങ്കിലും നമോ ആപ്പിലും narendramodi.in വെബ്സൈറ്റിലും ഇപ്പോഴും സർക്കാർ പദ്ധതികളിലേക്ക് സംഭാവന നൽകാനുള്ള ഓപ്ഷനുകൾ നിലനിൽക്കുന്നുവെന്നതാണ് ശ്രദ്ധേയം. ഈ വിഷയം പുറത്തു കൊണ്ടുവന്ന അരവിന്ദാക്ഷൻ താൻ ഓരോ പദ്ധതിയിലേക്കും 100 രൂപ വീതം സംഭാവന നൽകിയെന്നും എന്നാൽ പണം സ്വീകരിച്ചത് BJPയുടെ കേന്ദ്ര ഓഫീസിൽ നിന്നാണ് എന്നും പറയുന്നു. സർക്കാർ പദ്ധതികളുടെ പേരുകൾ പേയ്മെന്റ് ലിങ്കുകളിൽ കണ്ടതുകൊണ്ടാണ് താൻ അടക്കമുള്ള പൗരന്മാർ അത് സർക്കാരിന് വേണ്ടിയാണ് എന്ന് വിശ്വസിച്ച് സംഭാവന നൽകിയത്. ജൽശക്തി മന്ത്രാലയം, വനിതാ ശിശു വികസന മന്ത്രാലയം എന്നിവർ ഈ പദ്ധതികൾക്ക് ഫണ്ട് പിരിക്കാൻ ഒരു NGOയ്ക്കോ നമോ ആപ്പിനോ പ്രത്യേക അനുമതി നൽകിയിട്ടില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. കൃഷി മന്ത്രാലയമാകട്ടെ സർക്കാർ ഇത്തരം ക്ഷേമ ആപ്പുകൾക്ക് ഫണ്ട് പിരിക്കുന്നില്ല എന്നും വ്യക്തമാക്കി. നമോ ആപ്പിന്റെ നിയമസാധുതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു. 2023 നവംബറിൽ PMO നൽകിയ RTI മറുപടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരിൽ ഒരു ഔദ്യോഗിക ആപ്പില്ല എന്നും നമോ ആപ്പും PMOയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തങ്ങളുടെ റെക്കോർഡുകളിൽ ഇല്ലെന്നും വ്യക്തമാക്കി. അതായത് 3 പ്രധാന കേന്ദ്ര മന്ത്രാലയങ്ങളും പ്രധാനമന്ത്രിയുടെ ഓഫീസും ഈ സംഭാവന ക്യാമ്പയിൻ സർക്കാർ അംഗീകരിച്ചിട്ടില്ലെന്ന് സ്ഥിരീകരിക്കുന്നു. സർക്കാർ പദ്ധതികൾക്ക് വേണ്ടിയാണ് സംഭാവന നൽകിയതെന്ന് സതുദ്ദേശത്തോടെ വിശ്വസിച്ച പൗരന്മാരെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് ഇതെന്നാണ് അരവിന്ദാക്ഷൻ പറയുന്നത്. ഈ വിഷയം അന്വേഷിക്കാൻ ആവശ്യപ്പെട്ട് അദ്ദേഹം 2025 ഡിസംബർ 8-ന് ചെന്നൈ പോലീസ് കമ്മീഷണർക്കും CBI റീജിയണൽ ഡയറക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട്. BJPയുടെ കേന്ദ്ര ഓഫീസാണ് പണം സ്വീകരിച്ചത്. എന്നാൽ സർക്കാർ പദ്ധതികളിലേക്ക് നൽകിയ സംഭാവനകൾ എപ്പോഴാണ്, എങ്ങനെയാണ് സർക്കാരിന് കൈമാറിയതെന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്തത് സംഭാവന നൽകിയവരെ ഇരുട്ടിൽ നിർത്തുന്നതിന് തുല്യമാണ്. സംഭാവന പിരിവ് വഴി ആകെ എത്ര തുക സമാഹരിച്ചുവെന്നും അത് സർക്കാരിന് കൈമാറിയോ എന്നും ആവശ്യപ്പെട്ട് അരവിന്ദാക്ഷൻ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയ്ക്ക് കത്തെഴുതിയെങ്കിലും മറുപടി ലഭിച്ചിട്ടില്ല. ഈ സംഭവം ചതി, ക്രിമിനൽ വിശ്വാസവഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ IPC വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളും ജനപ്രാതിനിധ്യ നിയമങ്ങളുടെ ലംഘനവുമാകാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. സംഭാവന നൽകിയ പൗരന്മാരെ വൻതോതിൽ തെറ്റിദ്ധരിപ്പിച്ച കേസാണിതെന്നും കേന്ദ്ര സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ താൻ തീർച്ചയായും കോടതിയെ സമീപിക്കുമെന്നും അരവിന്ദാക്ഷൻ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ BJPയുടെ പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല.